ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സ്കൂൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സാധാരണയായിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ്. മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് ടിപ്സ് വെച്ചിട്ട് ഉള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയും ചാനലും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. അപ്പോൾ ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലോഷൻ നമ്മൾ ഫേസിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്ര പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒരു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, അതായത് ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെയൊക്കെ സ്കിന്നെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ബേബി സ്കിന്നായിരിക്കും. അപ്പോൾ ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ആ സ്കിന്ന് നല്ല രീതിയിലൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ചൊരു സിമ്പിളായിട്ടുള്ള ഒരു കുട്ടിയായിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വാസലിൻ്റെ ഈ ഒരു ലോഷനാണ് തേക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ടാവും, നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ലോഷൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും ഒരു ചെറിയ ക്രീം എല്ലാവരും യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് പകരം ഇന്നിവിടെ ഈ ഒരു ലാക്ടോ കലാമിൻ്റെ ഈ ഒരു ലോഷനാണ്. അപ്പോൾ ഇതൊരു ഓയിൽ ഫ്രീ ലോഷനാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്താലും സെയിം ആ ഒരു മാറ്റ് ഫിനിഷ്, അതായത് നമ്മൾ നല്ല ഓയിലൊക്കെ പോയി നല്ല മാറ്റായിട്ടിരിക്കുന്ന ഒരു ഫിനിഷാണ് നമുക്ക് ഈ ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കയ്യിലിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോഷൻ ഇട്ടു, അതിനുശേഷം ക്രീമിന് പകരം ഞാൻ ലാക്ടോ കലാമിൻ്റെ ലോഷൻ തന്നെയാണ് എടുത്തത്. ഇത് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒരു പൗഡർ, എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൗഡറാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്യൂറയുടെ ഒരു പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫേസിലിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ലാക്ടോ കലാമിന് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് ഓയിലൊക്കെ പോയി പൗഡർ ഇട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുക, കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും യൂണിഫോമൊക്കെ ആഴ്ചയിലും കഴുത്തിലും ഒരുപോലെ ആയിരിക്കും വെയിലൊക്കെ കൊള്ളുന്നത്. അപ്പോൾ എന്തായാലും ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അടുത്തായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് കണ്ണെഴുതുകയാണ്. കണ്ണെഴുതി കൊടുക്കുക. കണ്ണെഴുതാനായിട്ട് എല്ലാവരുടെയും കയ്യിലുള്ളതാ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു വിങ് ലൈനർ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വിങ് ലൈൻ ചെയ്യുമ്പോൾ ഈ ബ്രഷിൽ കുറച്ച് മാത്രം എമൗണ്ട് എടുത്താൽ മതി ഐലൈനർ, അല്ലെങ്കിൽ ഒത്തിരി എടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ചെറുതായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നല്ല തിക്കായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ 2 കണ്ണും നന്നായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. വിങ് ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വിങ്സ് ഇടുക. വിങ്സ് ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താഴത്തെ വാട്ടർ ലൈനിൻ്റെ സൈഡിൽ വേണം ഇടാൻ. താഴത്തെ വാട്ടർ ലൈനിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക ഫസ്റ്റ് 2 കണ്ണും. അതിനുശേഷം നമ്മൾ ഈ മിഡിൽ പോർഷനിൽ നിന്ന് നമ്മൾ ലൈറ്റായിട്ട് എഴുതി ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ സൈഡ് മാത്രം ഫില്ല് ചെയ്തെടുക്കുക, അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് തിക്കാക്കി നമ്മൾ എടുക്കുക കേട്ടോ. ഫസ്റ്റ് ലൈറ്റായിട്ട് എഴുതി കൊടുക്കുക, അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുക. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിങ് ലൈനർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും എന്തായാലും ഇടാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു ചെറിയൊരു ടിൻ്റുള്ള ഒരു പിങ്ക് ടിൻ്റ് വരുന്ന ഒരു ലിപ് ബാമാണിത്. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചുണ്ടിന് അത്യാവശ്യം കളറും കിട്ടും,
ഒരു ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് വേണം, അതുപോലെ തന്നെ ചെറിയൊരു കളറും ചുണ്ടിന് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയാണ്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് പോകാൻ പറ്റില്ല. രണ്ട് സൈഡിലേക്ക് ഒന്നെങ്കിൽ മെടഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ എങ്ങനെയും കെട്ടിവെച്ച് അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്ത് അത് യൂണിഫോമിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മുടിയൊന്ന് കെട്ടാൻ പോവാണ്. അപ്പം നമുക്ക് ഹെയർ എങ്ങനെയാണെങ്കിലും രണ്ട് സൈഡിലേക്ക് കെട്ടാം. പക്ഷെ നമുക്ക് ഫ്രണ്ട് വശം ജസ്റ്റ് ഒരു പഫ് കൊടുത്ത് മുകളിലേക്ക് കീറിയിട്ട് രണ്ടായിട്ട് കെട്ടാം കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡ്, ഈ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പാർട്ടായിട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ലൈഡ് കുത്തി വെക്കാം. ഈ ഒരു മോഡൽ സ്ലൈഡ് നമുക്ക് കുത്തി വെക്കാം. ഇനി നമുക്ക് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മെടഞ്ഞിട്ടിട്ട് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ടൈറ്റ് ചെയ്തും മുടി കെട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബുഷ് വെച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് ലൂസാക്കി വെച്ച് കൊടുക്കാവേ. നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് കെട്ടിയെടുക്കാം. അപ്പം നമ്മളിതാ രണ്ട് സൈഡും മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കമ്മലിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പേളിൻ്റെ ഒരു കമ്മലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കമ്മലും ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ട് കുത്തണം. ഞാനൊരു പിങ്ക് കളർ പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി ഒരുങ്ങുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.